തന്നെയാണ്. മലബാറിലുള്ള കോട്ടയം രാജവംശത്തിലെ പടിഞ്ഞാറൻ ശാഖയിലെ ഒരു അംഗമായിരുന്നു പഴശ്ശിരാജ. അതായത് ഇന്നത്തെ കണ്ണൂർ ജില്ല, വയനാട് പ്രദേശങ്ങൾ, തലശ്ശേരിയുടെ കുറേ മേഖലകൾ, കോഴിക്കോടിൻ്റെ കുറുമ്പനാട്ട് പ്രദേശങ്ങൾ, ഇന്നത്തെ വയനാട് ജില്ല, ഗൂഡല്ലൂർ മേഖലകൾ എന്നിവയൊക്കെ ഈ കോട്ടയം രാജവംശത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. ഇവിടെയാണ് ധീരനായ പഴശ്ശിരാജയുടെ കഥയും നടക്കുന്നത്. കേരളവർമ്മ പഴശ്ശിരാജയുടെ ജനനം 1753 തൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് പഴശ്ശിരാജ വളർന്നത് എന്ന് പറയാം. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മൈസൂരിൻ്റെ മലബാർ ആക്രമണവും അവരുടെ ഭരണരീതികളും. മറ്റൊന്ന്, അവിടേക്ക് കൈകടത്തിയ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ വിപുലീകരണ ശ്രമങ്ങളും. ഈ രണ്ട് കാര്യങ്ങൾക്കുമെതിരെ പോരാടിയാണ് പഴശ്ശിരാജ ജീവിച്ചതെന്ന് പറയാം. അത്തരത്തിൽ പഴശ്ശിരാജയുടെ ജീവിതത്തിൽ ആദ്യത്തെ നിർണായകമായ കാലഘട്ടം ആരംഭിക്കുന്നത് 13-ാം വയസ്സിലാണ്. 1766 ഉത്തര കേരളത്തിൽ മൈസൂർ രാജാവായ ഹൈദരലിയുടെ നേതൃത്വത്തിൽ 1-ാം മൈസൂർ ആക്രമണമുണ്ടായല്ലോ. അന്ന്